DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള രാജിവാർത്തയിൽ ഫേസ്ബുക്കിൽ വിശദീകരണ കുറിപ്പുമായി നിജേഷ് അരവിന്ദ്. ഉന്നത നേതൃത്വത്തിന് അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് ചിലർ ചോർത്തി നൽകി, അസത്യവും അർത്ഥസത്യവും പ്രചരിപ്പിക്കുന്നു, ആടിനെ പട്ടിയാക്കി മാറ്റി പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമിക്കുന്ന കുടില ബുദ്ധിയെ നമിക്കുന്നതായും നിജേഷ് കുറിക്കുന്നു. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സമീർ, DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്ന വാർത്ത പൂർണ്ണമായും നിഷേധിക്കുന്നില്ല നിജേഷ് അരവിന്ദ്. പക്ഷേ അങ്ങനെ ഒരു ലെറ്റർ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതെങ്ങനെ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി എന്ന കാര്യത്തിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നു എന്ന് നിജേഷ് ആരോപിക്കുകയാണ്. അപ്പോൾ നിജേഷിന്റെ FB കുറിപ്പ് വായിക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിച്ചെന്നാണ് മനസ്സിലാകുന്നത് സമീർ? സൈഫു, സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ അമർഷത്തിലായിരുന്നു നിജേഷ് അരവിന്ദ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചുമതലകളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. ഈ നീരസം പ്രകടമായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം KPCC നേതൃത്വത്തിനും DCCക്കും കത്ത് നൽകിയത്. DCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു കത്ത്. ആ കത്ത് നൽകിയത് ഉന്നത ആളുകൾക്ക് മാത്രമാണ്, പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ്. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു നൽകി എന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ദുരൂഹത അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതിൽ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന അദ്ദേഹം സംശയിക്കുന്നു. അത് തന്നെ പുറത്തു ചാടിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അസത്യവും അതുപോലെ തന്നെ അർദ്ധസത്യവുമാണ് തനിക്കെതിരെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആടിനെ പട്ടിയാക്കി മാറ്റി പുകച്ച് പുറത്തു ചാടിക്കാൻ ശ്രമിക്കുന്ന കുടില ബുദ്ധിയെ താൻ നമിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് പറയാനുള്ളതൊക്കെ നേതൃത്വത്തോടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതെങ്ങനെയാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത്? തന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള അപജയങ്ങളും അവഗണനയും ഒക്കെ താൻ കൃത്യമായ നേതൃത്വത്തെ മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. അത് തനിക്ക് പിന്നീട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത്തരം നടപടിയാണ് ഇപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് നിജേഷ് അരവിന്ദ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് താൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാത്രമേ മാറി നിന്നിട്ടുള്ളൂ, ഒരിക്കലും പാർട്ടിയിൽ നിന്ന് വിട്ടുമാറില്ല, മരണം വരെ കോൺഗ്രസിനായി തുടരുക തന്നെ ചെയ്യും എന്ന കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പ്രതികരണം കൂടി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിജേഷ് അരവിന്ദിന്റെ ഇത്തരം ഒരു രാജിക്കത്ത് തനിക്ക് ലഭ്യമായിട്ടില്ല. അങ്ങനെ ലഭ്യമാവുകയാണ് എങ്കിൽ സന്തോഷത്തോടു കൂടിയാണ് നിജേഷ് അത് തരുന്നത് എങ്കിൽ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല 82 ഭാരവാഹികൾ DCCക്കുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് നിജേഷ് അരവിന്ദ്. ഒരാളെ മാത്രം ഇങ്ങനെ പ്രത്യേകമായിട്ട് പരിഗണിക്കുക എന്നുള്ളത് പാർട്ടിക്ക് അസാധ്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടി DCC പ്രസിഡന്റും വ്യക്തമാക്കുന്നുണ്ട്. സൈഫു, യെസ്, എന്തായാലും നിജേഷ് അരവിന്ദിന്റെ കാര്യത്തിൽ സമീർ, ഈ നിജേഷ് അരവിന്ദ് എന്തായാലും താൻ രാജിവെച്ച കാര്യം മാധ്യമങ്ങളോട് ആരോടും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. പിന്നീട് ഇതെങ്ങനെ ചോർന്നു കിട്ടി എന്ന കാര്യത്തിൽ, ആര് ചോർത്തി എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ അദ്ദേഹത്തിന്റെ FB കുറിപ്പിലുണ്ടാവും? സൈഫു, കൃത്യമായി താൻ ഇത്തരത്തിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്ന് നിജേഷ് അരവിന്ദ് ആരോടും വ്യക്തമാക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വാർത്ത വരുന്നതിന് പിറകെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് അദ്ദേഹം എത്തുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അത് നേതാക്കൾക്ക് മാത്രമാണ് നൽകിയത്, അതെങ്ങനെ പുറത്തു വന്നു എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത് സംബന്ധിച്ച്. പക്ഷേ അത് വാർത്ത വന്നതിന് പിറകെ ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ രാജിവെച്ചു എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ KPCCയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ രാജി എന്തായാലും സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റിന്റെ തീരുമാനം. ഔദ്യോഗികമായി തനിക്ക് ആ കത്ത് ലഭ്യമായിട്ടില്ല. ലഭ്യമായാൽ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള അപാകതകളും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ബാലുശ്ശേരിക്കാരനാണ് നിജേഷ് അരവിന്ദ്. അതുകൊണ്ട് ബാലുശ്ശേരിയിലെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഔദ്യോഗികമായി ആർക്കും ഇത്തരത്തിൽ ഒരു ചുമതല ചാർജ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചാർജ് നൽകാത്ത സാഹചര്യത്തിൽ ഒരാളെയും ഇങ്ങനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയെന്നോ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നോ ആക്ഷേപിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം, കോൺഗ്രസ് പലപ്പോഴും പ്രതിസന്ധിയിലാവുന്നു, അല്ലെങ്കിൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. ആ വേളയിലൊക്കെ പാർട്ടിയെ സംരക്ഷിക്കാനായിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നതിനും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കൊക്കെ എത്തുന്ന ഒരാളാണ് നിജേഷ് അരവിന്ദ്. വളരെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ്, യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് അർഹമായ പ്രാധാന്യം നൽകേണ്ടതായിരുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ അത്തരത്തിലുള്ള സാധ്യതയൊന്നും തന്നെ ഉണ്ടായില്ല. അതിൽ അദ്ദേഹത്തിന്റെ നീരസമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അദ്ദേഹം ഈ കത്ത് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കത്ത് പുറത്തു വന്നതിൽ ഇപ്പോൾ വലിയ അമർഷം അദ്ദേഹത്തിനുണ്ട്. ആ വാക്കുകളാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. സൈഫു, ശരി. അപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൽ വലിയ നിരാശയിലായിരുന്നു നിജേഷ് അരവിന്ദ് ഉണ്ടായിരുന്നത്. നിശ്ചയമായും കോഴിക്കോട് ജില്ലയിലെ
കോൺഗ്രസിലെ യുവ നേതാക്കൾക്കിടയിൽ പ്രമുഖനായ ഒരു നേതാവും കൂടിയാണ് നിജേഷ് അരവിന്ദ്. സാമുദായിക സാമുദായിക സന്തുലനം പരിഗണിച്ചപ്പോഴാണ് നിജേഷ് അരവിന്ദിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായതെന്നാണ് മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത്.